ശ്രീ ജോർജ് പൊടിപാറയിലേക്ക്. ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ കോൺഗ്രസിൽ എല്ലാ കാലത്തും ഗ്രൂപ്പ് സമവാക്യങ്ങളും പ്രധാന ഘടകമാണ്. ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന വി.ഡി. സതീശന് തനിക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാനായിരുന്നില്ല, പാർട്ടിയെ കെട്ടിപ്പടുക്കാനായിരുന്നു തിടുക്കം. അതാണ് ഞാൻ ചെയ്തത്. ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോയിരുന്നെങ്കിൽ അധികാരത്തിൽ കയറില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ഹൈക്കമാൻഡിനോട് പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഗ്രൂപ്പില്ല അദ്ദേഹത്തിന്. അപ്പോൾ ബാക്കി 2 ഗ്രൂപ്പുകൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് ഈ 2 ഗ്രൂപ്പുകളിൽ നിന്നുള്ളവരാകാം. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് സുഗമമായി പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഒറ്റക്കെട്ടായി ടീം ആയി പോകും എന്ന ഇപ്പോൾ വി.ഡി. സതീശൻ കാണിക്കുന്ന ആത്മവിശ്വാസം എത്രത്തോളം പ്രായോഗികമായി ശരിയാകുമെന്നാണ് അങ്ങയുടെ ഒരു കണക്കുകൂട്ടൽ? ഞാനൊരു ശുഭാപ്തി വിശ്വാസിയാണ്. ഇത്രയും വലിയ ഒരു ചരിത്ര വിജയം UDF-ന് ജനങ്ങൾ സമ്മാനിച്ചു. കോൺഗ്രസിനാകട്ടെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് 63 സീറ്റുകളിൽ കോൺഗ്രസിനെയും ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്ന് ഒരു മികച്ച ഭരണം കാഴ്ചവെക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ജോൺ പറഞ്ഞ കാര്യങ്ങളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പരമ്പരാഗതമായ രീതിയിലുള്ളൊരു ഗ്രൂപ്പൊന്നും അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ചും ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള ഒരു വേർതിരിവ് ഈ MLA-മാരിൽ ഉണ്ടായത് തന്നെ. അല്ലാതെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിലോ അതിനു മുമ്പോ ഒന്നും അങ്ങനെ ഈവൻ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഘട്ടത്തിൽ പോലും നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റ് വീതം വെക്കുന്നതായിട്ട് തോന്നിയില്ല. കുറച്ചുകൂടി സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കുറേ സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും വിജയസാധ്യതയാണ് പ്രധാന ഘടകമായി പരിഗണിച്ചതെന്നാണ് അന്ന് നമുക്ക് മനസ്സിലായത്. ചില സീറ്റുകളിൽ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ശ്രീ V.D. സതീശനും അത് അംഗീകരിച്ചു കൊടുത്തതായിട്ടും നമുക്കറിയാം. എങ്കിലും അവർക്കിടയിൽ എന്തെങ്കിലും ഒരു തർക്കമോ അതല്ലെങ്കിൽ പുറത്തേക്ക് വന്ന് അദ്ദേഹം സ്ഥാനാർത്ഥി നിർണയത്തിൽ അതിരുവിട്ട് കൈകടത്തി എന്ന രീതിയിലുള്ള ഒരു ആരോപണമോ ആക്ഷേപമോ ഒന്നും അന്ന് പുറത്താരും പറഞ്ഞില്ല. 2 നേതാക്കളും V.D. സതീശനും പറഞ്ഞില്ല, അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയും പറഞ്ഞില്ല. പിന്നെ പരമ്പരാഗതമായ AI ഗ്രൂപ്പുകളുടെ അന്നത്തെ കാലത്ത് സീറ്റുകൾ ഇങ്ങനെ കോട്ട അടിസ്ഥാനത്തിൽ I ഗ്രൂപ്പിന് ഇത്ര സീറ്റുകൾ, A ഗ്രൂപ്പിന് ഇത്ര സീറ്റുകൾ, മുമ്പ് A ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചതെങ്കിൽ ആ സീറ്റ് കാലാകാലങ്ങളോളം A ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാകുന്നു, അല്ലെങ്കിൽ I ഗ്രൂപ്പാണെങ്കിൽ മറിച്ചും അവർക്ക് അവകാശപ്പെട്ടതാകുന്ന ഒരു കാഴ്ചയാണ് പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്നത്. മാത്രമല്ല ആ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് സീറ്റുകൾ മേടിച്ചെടുക്കുന്നത് എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമായിരുന്നു. അതിനകത്തൊരു നാണക്കേടോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ വീതം വെപ്പാണ് നടക്കുന്നത് എന്ന് അന്ന് തുറന്നു പറയാൻ നേതാക്കൾക്ക് മടിയില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അങ്ങനെ പരമ്പരാഗത A ഗ്രൂപ്പും I ഗ്രൂപ്പും ഒന്നും ഇപ്പോൾ ആ അളവിലോ ആ തൂക്കത്തിലോ ഒന്നും നിലവിലില്ല. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഈ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ രീതിയിൽ മത്സരിച്ച 3 പേരും പഴയ I ഗ്രൂപ്പുകാരാണ്. V.D. സതീശനും അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ K.C. വേണുഗോപാലും ഒക്കെ ഒരേ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. ഇപ്പോൾ മത്സരം നടന്നതുപോലും അവർ തമ്മിലാണ്. അതിൽ പഴയ A ഗ്രൂപ്പുകാരോ അല്ലെങ്കിൽ ഇപ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് തുടരുന്ന ആരും അങ്ങനെ ആരും ആ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല താനും. അപ്പോൾ ഇപ്പോൾ പുതിയൊരു ഇതനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ MLA-മാരിൽ ഒരു വലിയ വിഭാഗം K.C. വേണുഗോപാലിനൊപ്പം നിന്നു എന്നൊക്കെയുള്ള ഒരു സംഗതി വേണമെങ്കിൽ അങ്ങനെ നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണ്, ഒരുപക്ഷെ അതായിരിക്കാം സത്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.